കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാം, ജനവിധിയാണിത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അതിനെ അർഹിക്കുന്ന ആദരവോടെ കാണുന്നു, ജനവിധിയെ മാനിക്കുന്നു. ജനവിധിയെ ഇടതുപക്ഷം മാനിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കർത്തവ്യമാണ് അതിൻ്റെ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും LDF ഓരോ ഘടകകക്ഷിയും LDF പൊതുവിലും ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയുടെ പാഠങ്ങൾ പഠിക്കും. പാഠങ്ങൾ പഠിച്ച് LDFിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഒന്നാമത്തെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിലും കണ്ടു, പലപ്പോഴും കാണുന്ന ആ പ്രവണത, അത് UDF BJP ബന്ധത്തിൻ്റേതാണ്. ആ ബന്ധം ഒരു പുതിയ കാര്യമല്ല. അന്ധമായ ഇടതുപക്ഷ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കാലമായി നാം കാണുന്ന കാഴ്ചയാണത്. UDFും BJPയും പരോക്ഷമായും ചിലപ്പോൾ പ്രത്യക്ഷമായും കൈകോട്ട് പിടിച്ചുകൊണ്ട് LDFിനെ നേരിടാറുണ്ട്. ഇത്തവണയും ആ പ്രവണത പ്രകടമായിരുന്നു. അതിൻ്റെ ആത്യന്തിക ഫലങ്ങൾ എന്താകുമെന്ന് ഞങ്ങൾ പഠിക്കണം. ആ പഠനത്തിന് കോൺഗ്രസും ബാധ്യസ്ഥമാണ്. ഈ BJP UDF ബന്ധം പൂർത്തിയാക്കട്ടെ. വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ LDF അതിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. ഇടതുപക്ഷ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളെയും മൂല്യബോധത്തെയും മുറുകെ പിടിക്കാൻ കടപ്പെട്ട പക്ഷമാണ്. അതിൻ്റെ അനുഭവങ്ങളെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശകലനം ചെയ്യും. ജനങ്ങൾ ഞങ്ങളെ അങ്ങനെ കാണുന്നുവെന്ന് പരിശോധിക്കും. ജനങ്ങളെ തന്നെയാണ് ഞങ്ങൾ വലിയവരായി കാണുന്നത്. ആ അർത്ഥത്തിൽ ലെഫ്റ്റിനെ പറ്റി, ഇടതുപക്ഷത്തെ പറ്റിയുള്ള ജനകീയ വിമർശനങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുകയില്ല. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് കരുതുന്നുണ്ട്. കാരണം കേരളത്തിലെമ്പാടും ഒരു പൊതു ട്രെൻഡായിട്ട് UDFിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതിന് സർക്കാരിനെതിരായ ജനവിധിയായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? ഇതിൻ്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ വശങ്ങളും പഠിക്കണം. ഒരു ഭാഗത്ത് വിലക്കൊന്നുമില്ല. എല്ലാ വശവും പഠിക്കുമ്പോൾ ഇതടക്കം പലതും പഠിക്കപ്പെടും. ഈ മുന്നണിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? അതായത് ഇടത് പക്ഷ നയങ്ങൾ വിട്ട് ഇടതുപക്ഷം പെരുമാറുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. CPI തന്നെ അക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു. PMC അടക്കം അങ്ങ് തന്നെ അതൊരു ആഘോഷം തന്നെ. ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കുമെന്ന് വിനോവിശം പറയുന്നതിൽ അതുമില്ലേ? ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുമ്പോൾ അർത്ഥം തന്നെയാണ്. ഇടതുമൂല്യം ഉയർത്തിപ്പിടിക്കും എന്ന് പറഞ്ഞാൽ ഇടതുമൂല്യങ്ങളുടെ ഉയർത്തിപ്പിടിക്കലിലും അതിൻ്റെ മൂല്യബോധങ്ങളിലും എല്ലാം പാലിക്കേണ്ട നിഷ്ഠകൾ പാലിക്കാൻ നിങ്ങളെല്ലാം കടപ്പെട്ടവരാണ്. അതിൽ CPI മാത്രമല്ല, CPM കടപ്പെട്ടവരാണ്. ഇവിടെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, PMCയെ സംബന്ധിച്ച് CPIക്കും CPMനും മൗലികമായി അഭിപ്രായം ഒന്ന് തന്നെയാണ്. മൗലികമായ ഒന്നായിരിക്കെ തന്നെ എന്തുകൊണ്ടോ ചില ഘട്ടങ്ങളിൽ PMCയെ പറ്റിയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പൊന്തി വന്നു. അത് നിർഭാഗ്യകരമാണെന്ന് CPI പറയുകയുള്ളൂ. പക്ഷേ ഒന്നുറപ്പാണ്, ആ ചർച്ച വീണ്ടും വെളിവാക്കി. PMC പോലെയുള്ള ഒരു മൗലിക പ്രശ്നത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അഭിപ്രായങ്ങൾ വേറെ വേറെയല്ല, ഒരേ കാഴ്ചപ്പാട്. CPMൻ്റെയും CPIയുടെയും പ്രമേയങ്ങൾ വായിച്ചാൽ ബോധ്യപ്പെടും. CPIക്കോ CPMനോ അടിസ്ഥാനപരമായിട്ട് അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങളില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു വിവാദമുണ്ടായി എന്ന് തീർച്ചയായിട്ടും പരിശോധിക്കും. അതിൻ്റെയും പ്രതികരണങ്ങളുണ്ടാകും. ഈ ഭരണവിരുദ്ധ വികാരത്തെ പറ്റി എന്താ CPIയുടെ ഈ ഫലം കാണുമ്പോൾ വിലയിരുത്തൽ? ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അതിലേക്ക് മാത്രം ഒതുങ്ങണ്ട. അല്ല, എന്താ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണിത്.